നിങ്ങൾ കുട്ടികളെ മണ്ണിൽ കളിക്കാൻ വിടാറില്ലേ? വീടൊക്കെ ഓവറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ടോ? അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയോ? അധികം ആളുകളും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാറില്ല. അലർജിയുള്ള കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്ത കുട്ടികളായിക്കോട്ടെ പുറത്തേക്ക് കളിക്കാൻ വിടുമ്പോൾ കൂടുതലായിട്ട് പൊടി അടിക്കും അല്ലെങ്കിൽ കൂടുതൽ അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് അധികം ആളുകളും കളിക്കാൻ വിടാറില്ല. നമ്മുടെ മണ്ണില്, ചെടികളില്, അതുപോലെ തന്നെ ആനിമൽസിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള രോഗാണുക്കൾ ഉണ്ട്. അപ്പൊ അതിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂടുതൽ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ബാക്ടീരിയനോടും വൈറസിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ അതിൽ മണ്ണിൽ കൂടുതൽ കളിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. കാരണം ആ ഒരു ട്രെയിനിങ് അവർക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുറത്ത് നമ്മൾ കളിക്കാൻ വിടാതിരിക്കുമ്പോൾ സൂര്യപ്രകാശം കൂടുതൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് വീട് ക്ലീൻ ചെയ്യുമ്പോഴും ഉണ്ടാവുന്നത്. ഈ രോഗാണുക്കളോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ കളിക്കാൻ അനുവദിക്കുക. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ചിട്ടോ അതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് ഒഴിവാക്കുക. നോർമൽ ആയിട്ടുള്ള മൈൽഡ് സോപ്പ് യൂസ് ചെയ്താൽ മാത്രം മതി. ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ അവരുടെ ഉറക്കം ഉറപ്പ് വരുത്തേണ്ടതാണ്. കളിക്കാനും ഒക്കെ ഒരുപാട് സമയം അവർക്ക് അനുവദിക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്യാതെ പുറത്തേക്ക് വിടാത്തൊരു കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിന് എക്സ്പോസ്ഡ് ആവുന്നത്. അതിനുശേഷമാണ് അവർക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ വരിക. ഇത് കാണിക്കുന്നത് അവരുടെ പ്രതിരോധ ശേഷിയുടെ കുറവ് തന്നെയാണ്. അപ്പോൾ പ്രതിരോധ ശേഷി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. അതിന് പ്രോപ്പറായിട്ട് ഇപ്പോൾ അലർജിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ തന്നെ ഈ ഒരു ഇന്ന് പുറത്ത് കളിക്കുന്ന ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാവുകയും കൂടുതലായിട്ട് അലർജിയുടെ സിംറ്റംസ് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യൂ. കുട്ടികൾ കളിച്ച് വളരട്ടെ, അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുതൽ ബൂസ്റ്റ് ചെയ്യട്ടെ.